ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല, എങ്കിലും സുഖമാണ്. അല്ലാത്ത വിഷമത്തിലുമാണ്. അപ്പം അങ്ങനെ എൻ്റെ അനിയത്തിക്ക് ഒരു 5-6 മാസമായി ഞങ്ങൾ ക്യാൻസറിൻ്റെ പെട്ടിരിക്കുകയാണ്. ഗ്യാസിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് മരുന്നുകളൊക്കെ കഴിച്ച് കുറയാതെ ആയി കഴിഞ്ഞ് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ ആയി കഴിഞ്ഞാണ് അറിയുന്നത് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലും ഒക്കെയാണ്. എല്ലാവരും ദുആ കൊണ്ട് ഒരുപാട് ദുആ കൊണ്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്നു. അല്ലാഹു രക്ഷപ്പെടുത്തി. ഇപ്പോൾ കീമോ കഴിഞ്ഞു, റേഡിയേഷനും കഴിഞ്ഞിട്ടിരിക്കുന്നു. തളർച്ച, ക്ഷീണങ്ങൾ, ഭക്ഷണം കഴിക്കായിക, ബ്ലഡ് കുറഞ്ഞ്, ബ്ലഡ് കുറവ്, കൗണ്ട് കുറയില്ല, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ആൾക്ക് 2 കുഞ്ഞു ഒരു ഇളയ മോള് 10 കഴിഞ്ഞു, മൂത്ത മോൻ +2 കഴിഞ്ഞു. അപ്പോൾ അല്ലാഹുവേ എല്ലാം മാറ്റി പഴയതുപോലെ അവളിനിയും കുറേ നാളുകൾ മക്കളുടെ കൂടെ ജീവിക്കാനും മക്കളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എന്താണ്, നമ്മുടെ ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലുമ്മച്ചിക്ക് ഒരു സ്മെല്ലുണ്ടായി, അവർക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. വെല്ലുമ്മച്ചിക്ക് ഒരു സ്മെല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് പിന്നെയും വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന രാത്രി വാപ്പച്ചിയുടെ ആണ്ടും കൂടിയാണ്. അപ്പോൾ വല്യാപ്പച്ചിയുടെയും വെല്ലുമ്മച്ചിയുടെയും പേർക്ക് യാസീൻ ഓതിയിട്ട്, ഞാൻ യാസീനൊക്കെ ഓതാണ്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെ ഞാൻ ഇനി വെല്ലുമ്മച്ചിയുടെ പേർക്ക് യാസീൻ ഓതിക്കോളാം. അതുപോലെ കബറിങ്ങയൊക്കെ പോകാറുണ്ട് കേട്ടോ. കബറിങ്ങ പ്രാർത്ഥനയും കാര്യങ്ങൾക്കും എല്ലാത്തിനും അവൻ പോകാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് യാസീൻ ഓതി ദുആ ചെയ്യുക. വെല്ലുമ്മച്ചിയുടെ അടുത്തേക്ക് കബറിലൊക്കെ പോകാത്തതിൻ്റെയും ഒക്കെ ആയിരിക്കും, യാസീൻ ഓതാത്തതിൻ്റെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ വിശ്വാസങ്ങളൊക്കെ കുറവല്ലേ, പണ്ടത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഒച്ചയൊക്കെ എടുത്തു. പുള്ളി വേഗം മഗ്‌രിബായി കഴിഞ്ഞപ്പോൾ 3 യാസീൻ ഓതി ദുആയിരുന്നു. അതിന് ശേഷം പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മച്ചിയെ വെല്ലുമ്മച്ചിയുടെ മണം പോയി. ഉമ്മച്ചി പറഞ്ഞു ഇത്ര സത്യമായിരുന്നു. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സും +2 മദ്രസയിൽ പഠിച്ച ആളല്ലേ നീ. ഇപ്പം നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങളുടെ കാലങ്ങൾ മാറുന്നവർ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു, അല്ലാതെ വിശ്വാസങ്ങൾ മാറാൻ പാടില്ല. നമ്മൾ എത്രയൊക്കെ പോയാലും എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ കാരണന്മാർ പഠിപ്പിച്ച പാഠങ്ങളൊന്നും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് മനസ്സിലായി. പുള്ളി എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ ഉമ്മച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ അത് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും വെല്ലുമ്മച്ചിയുടെ വേർപ്പൊരു യാസീൻ ഓതണം. പള്ളി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരിതിൽ വന്നിങ്ങനെ ഇരിക്കണു. പഠിപ്പുള്ളവരല്ലേ, ചുമ്മാ ഇരുന്ന് ഒരു കണ്ണടച്ചിരുന്നൊരു യാസീൻ ഓതിയാലും ഓതാലോ, മരണപ്പെട്ടു